സർ, ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമെന്ന് പറയുന്നുണ്ടല്ലോ സാർ. എവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സാർ? 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ് സർ. പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not sir. allow you. Please sit down. Listening. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്.